ഹലോ, എന്തൊക്കെയുണ്ട് പ്രിയജനങ്ങളെ? നമസ്കാരം. ഇന്ന് ഞാൻ ആഗ്രഹിച്ചത് നല്ല സൗഹൃദങ്ങൾ, പൂത്തുലയുന്ന സൗഹൃദങ്ങൾ, ആ സൗഹൃദങ്ങൾക്ക് മേമ്പൊടിയായി, വർണ്ണപ്പൂമ്പൊടിയായി യാത്രകൾ, അത് രണ്ടും നന്നായി ഒത്തുപോകുന്ന ഒരു വിഷയമാണ്. ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കളില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ ഹൃദയത്തെ തൊട്ടറിയുന്ന, നമ്മുടെ കുടുംബക്കാരെയോ മക്കളെയോ ഒരുപക്ഷെ ഭർത്താവിനെയോ പോലും അതിശയിപ്പിക്കുന്ന വിധത്തിൽ നമ്മുടെ സൗഹൃദങ്ങളും നമ്മളെ ചേർത്ത് പിടിക്കാറുണ്ട് പലപ്പോഴും. അതൊരു ശക്തിയാണ്. നല്ല സുഹൃത്തുള്ള ഒരാൾ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളുള്ള, സൗഭാഗ്യങ്ങളുള്ള ഒരാളായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ. കാരണം നമ്മളുടെ കണ്ണുകളിലെ ചലനം, ഹൃദയത്തിൻ്റെ മിടിപ്പ്, അത് അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സാരമില്ലടോ, പോട്ടെ എന്ന് പറയുന്ന സൗഹൃദങ്ങൾ, അത് ഉണ്ടാക്കിയെടുക്കുന്നതും ഒരു നല്ല വൈഭവമുള്ള കലയാണ് കേട്ടോ. സത്യസന്ധമായി പറയട്ടെ, ഹൃദയം കൊടുത്ത്, ചങ്കിലെ ചോര കൊടുത്തുണ്ടാക്കുന്ന സൗഹൃദങ്ങൾ അത്ര ആത്മാർത്ഥമായിരിക്കണം ആ ബന്ധം. അതിലൊരു പോയിൻറ്റിലും നമ്മളൊന്നും പരസ്പരം മറച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഇടപെടുകയോ ചെയ്യില്ല. അത്ര ഭംഗിയായി കൊണ്ടു നടക്കുന്ന സൗഹൃദങ്ങളെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങളിൽ പലർക്കും അനുഭവമുണ്ടാകും. അത്തരം നല്ല സുഹൃത്തുക്കൾക്ക് കൂടെ ഒരു യാത്ര കൂടി പോയാൽ എങ്ങനെയിരിക്കും എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ സോനെ പേ സുഹാഗ എന്ന് പറയുന്നത് പോലെ ഇരട്ടി മധുരം. 2 പേർക്കും 3 പേർക്കും 4 പേർക്കും ചിലപ്പോൾ നല്ല സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയ്ക്കൊത്ത് ഒരുമിച്ചൊരു യാത്ര നടത്തുമ്പോൾ അതിലെ ഓരോ സൂക്ഷ്മതകളെയും വിശകലനം ചെയ്ത് ആസ്വദിച്ച്, പല ഘടകങ്ങളും ഉണ്ടാകും. ഒരു പുഴയുടെ സൗന്ദര്യം, ഒരു കുന്നിൻ ചെരുവിൻ്റെ ചാരുത, ഭക്ഷണത്തിൻ്റെ രുചി, ഒരു കടയിൽ പോയി എന്തെങ്കിലും ചെറിയ ഒരു മോതിരം വാങ്ങുകയാണെങ്കിലും അതിലെ വിവിധതരം അഭിപ്രായങ്ങളുടെ സമഞ്ജസമായിട്ടുണ്ടാകുന്നൊരു തെരഞ്ഞെടുപ്പ്, ഒരു കഷ്ണം മുല്ലപ്പൂമാല വാങ്ങി ചൂടിച്ച് തരുന്ന അവസ്ഥ, അങ്ങനെ തുടങ്ങി ഒരു നല്ല സൗഹൃദ കൂട്ടായ്മയിൽ വിരിയുന്ന അഭൗമമായ, സംവേദനക്ഷമമായ സ്നേഹമുണ്ടല്ലോ, നിസ്വാർത്ഥ സ്നേഹം. ആ സ്നേഹത്തിൽ നിന്ന് നമ്മൾ ശരിക്കും ജീവിതം വളരെ ഭംഗിയായിട്ട് നടന്നു കയറാനുള്ള പല കൂട്ടുകളിൽ, കുടുംബ ബന്ധങ്ങളിൽ നിന്ന് കിട്ടുന്നത്തോളം തന്നെ സൗമനസ്യത്തോടെയുള്ള ഒരു സൗഹൃദം നേടിയെടുത്താൽ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. സന്തോഷം, അതിലേറ്റവും അധികം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നേട്ടം എന്താണെന്നറിയോ സുഹൃത്തുക്കളെ? സന്തോഷം. പിന്നെ തീർച്ചയായിട്ടും ചില സങ്കടങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോൾ ആർക്കും മനസ്സിലാവുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കി നമ്മോട് ചേർന്ന് നിൽക്കാനും അവർ ചിലപ്പോൾ ശ്രമിച്ചേക്കാം. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുടെ കല്യാണമോ ചോറൂണോ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും എല്ലാത്തിനും കലബല കൂട്ടി സഹായിക്കാനായി മുന്നേ ഓടി നടക്കുന്ന ആ സുഹൃത്ത്, എന്ത് രസമാണല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ മാത്രം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഊഷ്മളത വിവരിച്ച ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ കാണുക, ഇഷ്ടപ്പെടുക. ഓക്കെ, ഇന്നത്തേക്ക് ഇത്ര മാത്രം. ചെറിയൊരു വിഷയവുമായി ചെറിയൊരു സംവാദം സ്നേഹാദരങ്ങളോടെ നിർത്തട്ടെ.